നമ്മുടെ ബിസിനസ്സിലെ മാർക്കറ്റിംഗ് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ആക്ച്വലി ഒരു പൈപ്പ് ലൈൻ പോലെയാണ് കിടക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ പറയലുണ്ട് സെയിൽസ് പൈപ്പ് ലൈൻ എന്നൊക്കെ. അത് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ പൈപ്പിലൂടെ വെള്ളം പോയി പല സ്ഥലത്ത് ലീക്കായി ലാസ്റ്റ് നമുക്കൊരു തുള്ളി വെള്ളം കിട്ടുന്നതായിരിക്കും നമ്മളെ പ്രോഫിറ്റ് കിടക്കുന്നുണ്ടാവുക, നമ്മളെ സെയിൽ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നിലവിലുള്ള ഈ പൈപ്പ് ലൈൻ സിസ്റ്റത്തിനെ ബെറ്റർ ആക്കുക എന്നുള്ളൊരു ഫോക്കസിലായിരിക്കണം ആ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യേണ്ടത്. അത് എവിടെയാണ് ബെറ്റർ ആക്കേണ്ടത്? പല സ്ഥലത്ത് ഇതിൻ്റെ ലീക്കുകൾ ഉണ്ടാവും. അപ്പോൾ നിലവിലുള്ള ലീക്ക് എത്രയാണ്, ആ ലീക്ക് കുറക്കാൻ എന്ത് ചെയ്യണം, ഇതാണ് ആക്ച്വലി ആ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇത് ചെയ്യാതെ ജസ്റ്റ് ഇത് ബിൽഡ് ചെയ്ത് മാത്രം പോകുകയാണെങ്കിൽ പലപ്പോഴും ആ പ്രോഫിറ്റിൽ നിന്ന് ലോസിലേക്കോ അല്ലെങ്കിൽ നമ്മൾ പൊട്ടൻഷ്യലുള്ള അത്ര പ്രോഫിറ്റ് കിട്ടാതെയൊക്കെ ആ ബിസിനസ് അങ്ങനെ മൂവ് ചെയ്ത് പോകുന്നുണ്ടാവും. കാരണം ഒരുപാട് പൈസ കൂടെ ലീക്കായി പോകുന്നുണ്ടാവും. ഇങ്ങനെ പ്രധാനമായിട്ടുണ്ടാകുന്ന പല ലീക്ക് പോയിന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്യുക മാക്സിമം ലീഡ്സ് വരിക എന്നുള്ളതിലേക്കാണ്. പക്ഷേ നല്ല ലീഡ്സ് വന്നാൽ മാത്രം പോരാ, ആ ലീഡ്സ് ക്വാളിഫൈഡ് ആവണം. നല്ല ക്വാളിറ്റി ലീഡാണ്, പക്ഷേ അവർക്ക് കൊടുക്കാൻ നമ്മുടെ അടുത്ത് പ്രൊഡക്റ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നമ്മളുടെ സർവ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റോ സർവീസോ അവർ വാങ്ങാൻ ചാൻസ് ഉള്ള ലീഡ്സ് തന്നെയാണോ വരുന്നത് എന്നുള്ളത് നോക്കിയില്ലെങ്കിൽ ആ ഫസ്റ്റ് ടേണിംഗ് പോയിന്റിൽ തന്നെ കുറേ ലീഡ്സുകൾ ചോർന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഇതൊക്കെ എന്താണ് ലീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫണ്ട് ഇറക്കിയിട്ട് കിട്ടിയ ലീഡാണ്. അപ്പോൾ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ക്യാഷ് എന്ത് ചെയ്യണം, ലീക്കായി പോവാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുറയ്ക്കേണ്ടത് ആ ഭാഗത്താണ്, അവിടെ പണിയെടുക്കണം. അപ്പോൾ അവിടെ പണിയെടുക്കണം എന്താ, കൃത്യമായിട്ട് മാർക്കറ്റിംഗ് ടീമിൻ്റെ അടുത്തുനിന്ന് കിട്ടുന്ന ലീഡ്സ് എത്രത്തോളം നമുക്ക് മാച്ചിങ് ആണെന്ന് നോക്കിയിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് നോക്കിയിട്ട് ആ പെർസെൻറ്റേജ് കൂട്ടാനുള്ള പണി മാർക്കറ്റിംഗ് ടീമിൻ്റെ അടുത്ത് നമ്മൾ എടുക്കേണ്ടി വരും. രണ്ടാമത്തതാണ് ഇത് കൺവേർട്ട് ആവുന്നത് വരെയുള്ള ഭാഗം. ഇത് എൻ്റെ പോയിൻ്റാണ്. അതിനിടക്ക് മൾട്ടിപ്പിൾ ടേണിംഗ് പോയിൻറ്റ്സ് ഉണ്ടാവും. കാരണം കൺവേർഷൻ ഓരോ ബിസിനസ്സിനും ഡിഫറെൻ്റ് ആണ്. ഒറ്റയടിക്ക് പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ സെല് ചെയ്യുന്ന ഭാഗങ്ങളുണ്ടാവും. ഇൻ ബിറ്റ്വീൻ കുറേ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഫ്രീ വിസിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ മീറ്റിംഗ്സ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും, ട്രയൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോ ഭാഗങ്ങളായിരിക്കും ഒരു സെയിൽ ക്ലോസ് ആകുന്നത് വരെ ഉണ്ടാവുക. ഇവിടെയൊക്കെ ലീക്കുകൾ ഉണ്ടാവും. അതായത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാതെ കുറേ ആൾക്കാർ കിടക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, ആ റേറ്റ് കൂട്ടണം. മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് എന്താ പറയുക, അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കടക്കാതെ കിടക്കുന്നുണ്ടാവും, അവിടെ ഉണ്ടാവും. മീറ്റിങ്ങിന് ബുക്ക് ചെയ്ത് അറ്റൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും. അവിടെ പ്രോപ്പറായിട്ട് റിമൈൻഡിങ് സിസ്റ്റമൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ റേഷ്യോ കൂട്ടാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഓരോ പോയിന്റ് ബേസ് ചെയ്തിട്ടും നമുക്ക് റേഷ്യോസുകൾ വെക്കാം. എത്ര ലീഡ് വന്നതിൽ എത്ര ക്വാളിഫൈഡ് എന്ന് പറയുമ്പോൾ റേഷ്യോ ഉണ്ട്. ഈ ക്വാളിഫൈഡിൽ നിന്ന് എത്ര ആൾ ഡെമോ ബുക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു റേഷ്യോ ഉണ്ട്. ഈ ഡെമോ ബുക്ക് ചെയ്ത ആൾ തന്നെ എത്ര ആൾക്കാർ അറ്റൻഡ് ചെയ്തെന്നുള്ളൊരു റേഷ്യോ ഉണ്ട്. ഈ ഡെമോ അറ്റൻഡ് ചെയ്ത ആൾക്കാർ എത്ര ആൾക്കാർ നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യും. ഇങ്ങനെ ഈ പൈപ്പ് ലൈനിൽ മൊത്തം റേഷ്യോസുകൾ ബേസ് ചെയ്തിട്ട്, പെർസെൻറ്റേജുകൾ ബേസ് ചെയ്തിട്ട് ഈ ലീക്കുകൾ ഇപ്പോൾ എവിടെയാണ്, അടുത്തത് എങ്ങനെ എത്തിക്കണം എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ കാണേണ്ടത്.